Hello! Chapter 8 Grouping and Sharing. ഇവിടെ രണ്ട് കുട്ടികൾ പുറത്തേക്ക് ട്രാഫിക് നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്താണ് അവർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. What are you looking at? I am counting the wheels of auto rickshaws and bicycles by adding the number of their wheels. But I missed the cars as they had started moving. ഈ ഒരു ബോയ് ഇവിടെ ഇരുന്നിട്ട് വിൻഡോയിലൂടെ കാണുന്ന ട്രാഫിക്കിൽ ഓട്ടോറിക്ഷയുടെയും ബൈസൈക്കിളിന്റെയും ടോട്ടൽ നമ്പർ ഓഫ് വീൽസ് കൗണ്ട് ചെയ്യാണ്. ആകെ എത്ര ബൈസൈക്കിൾസ് ഉണ്ട്, അതിന് മുഴുവനായിട്ടും എത്ര വീൽസ് ഉണ്ട്, അതുപോലെ ആകെ എത്ര ഓട്ടോറിക്ഷാസ് ഉണ്ട്, അതിനെല്ലാം കൂടി എത്ര വീൽസ് ഉണ്ട് എന്നാണ് കൗണ്ട് ചെയ്യുന്നത്. പക്ഷെ ഇത് രണ്ടും കൗണ്ട് ചെയ്തപ്പോഴേക്ക് എന്ത് പറ്റി? കാർസ് അവിടുന്ന് മൂവ് ചെയ്തു അല്ലേ? അപ്പോൾ കാർസിന്റെ എണ്ണം കിട്ടിയില്ല. Okay, I will show you a way of finding total number of wheels. There were 7 cars and each car had 4 wheels. So, the total number of wheels is 7 times 4 means 28. How did you do it, Ramya? Can you please explain? Ramya, കാറിന്റെ വീൽസ് കൗണ്ട് ചെയ്യാൻ വേണ്ടി ഈസി ആയിട്ടൊരു മെത്തേഡ് പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് രമ്യ അത് ചെയ്തിരിക്കുന്നത്? ഈ പിക്ചറിൽ നോക്കിയാൽ അറിയാം ഇവിടെ എത്ര കാർസ് ഉണ്ട്. 1 2 3 4 5 6 and 7 കാർ അല്ലേ? ഓരോ കാറിനും എത്ര വീൽസ് വീതമുണ്ട്? ഫസ്റ്റ് കാറിന് 4 വീൽ, സെക്കൻഡ് കാറിന് 4 വീൽ, തേർഡ് കാറിന് 4 വീൽ, ഫോർത്ത് കാറിന് 4 വീൽസ്, ഫിഫ്ത്ത് കാറിന് 4 വീൽസ്, സിക്സ്ത് കാറിന് 4 വീൽസ് ആൻഡ് സെവൻത്ത് കാറിന് അഗെയിൻ 4 വീൽസ്. അപ്പൊ ടോട്ടൽ ഇത്രയും വീൽസ് ഉണ്ട്. അപ്പോൾ രമ്യ എന്താ ചെയ്തിരിക്കുന്നത്? ഇതിനെ ഗ്രൂപ്പ് ചെയ്തു. ഈ ബോയ് എങ്ങനെയാ ചെയ്തുകൊണ്ടിരുന്നത്? ഓരോന്നും 1 2 3 4 5 6 7 8 ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴേക്ക് എന്ത് പറ്റി? കാറ് മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതിനേക്കാളും മുമ്പ് ആദ്യം എത്ര കാർ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം ഈസി അല്ലേ, ഓരോ കാറിനും 4 വീൽസ് ഉണ്ട്. അപ്പൊ ഇതിനെ മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. റിപ്പീറ്റഡ് അഡീഷൻ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ ഇവിടെ രമ്യക്ക് എത്രയാണ് ആൻസർ കിട്ടിയത്? Each car had 4 wheels. So total number of wheels is 7 times 4, which means 28. Total number of wheels ഇവിടെ നിങ്ങൾ എണ്ണി നോക്കിയാൽ മനസ്സിലാവും. ഇത് കിട്ടുക 28 ആണ്. 7 times 4 equal to 28. Let us do. There are 4 bicycles. ഒരു ബൈസൈക്കിളിന് എത്ര വീലാണ്? ബൈ സൈക്കിൾ ആണ് അല്ലേ? ബൈ എന്ന് പറഞ്ഞാൽ 2. അപ്പൊ ബൈസൈക്കിളിന് 2 വീൽസ് ആണ് ഉള്ളത്. ഈച്ച് ബൈസൈക്കിൾ ഹാസ് 2 വീൽസ്. Then the total number of wheels is 2 plus 2 plus 2 plus 2. 4 times 2-നെ എഴുതി ആഡ് ചെയ്തിരിക്കുകയാണ്. And the answer is 8. We are adding 2 for 4 times. So 4 times 2 is also 8 or 4 groups of 2 give 8. ഇങ്ങനെയൊക്കെ പറയാം ഇതിന്. You know, times can be written as ഇങ്ങനെ into അല്ലെങ്കിൽ ടൈംസ് എന്നൊക്കെ എഴുതാം. ഈ ഒരു സൈൻ ഇത് ടൈംസ് എന്ന് എഴുതാൻ വേണ്ടി മാത്സിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ ആണ്, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. സോ ഹൗ കെൻ യു റൈറ്റ് 4 into 2? 4 times 2 is equal to 8. Wow, this is easy. Let me do this for auto rickshaws now. The number of auto rickshaws equal to 2. ആ പിക്ചറിൽ നിന്ന് നോക്കിയതാണ് 1 2. 2 ഓട്ടോറിക്ഷയാണ് ഉള്ളത്. സൈക്കിൾ നേരത്തെ നമ്മൾ നോക്കി 1 2 3 4 ആണ് അല്ലേ? ഇപ്പൊ ഇനി ഓട്ടോറിക്ഷയുടെ കാൽക്കുലേഷൻ ആണ് നോക്കുന്നത്. ഒരു ഓട്ടോറിക്ഷയ്ക്ക് എത്ര വീൽസ് ഉണ്ട്? ഒരു ഓട്ടോറിക്ഷയ്ക്ക് 3 വീൽസ് ആണുള്ളത്. അപ്പൊ ഈച്ച് ഓട്ടോ ഹാസ് 3 വീൽസ്. ടോട്ടൽ വീൽസ് ഈക്വൽ ടു 3 plus 3. 2 ഓട്ടോ ആയതുകൊണ്ട് 2 ടൈംസ് ആണ് എഴുതുന്നത്. സോ 3 plus 3 equal to 6.
2 times 3 ഇതിനെ എങ്ങനെയും കൂടി എഴുതാം 3 plus 3 എന്ന് പറഞ്ഞ് 2 പ്രാവശ്യം 3 നെ എഴുതിയിരിക്കുകയാണ് 2 times 3 is 6 or 2 groups of 3 equal to 6. 2 times 3 is 6. ഇങ്ങനെ എഴുതാം 2 പിന്നെ multiplication symbol 3 equal to 6. Let's do it for cars. ഇനി നമുക്ക് കാർസിൻ്റെത് ഒന്നുകൂടി ചെയ്ത് നോക്കിയാലോ Number of cars എത്രയായിരുന്നു 7. Number of wheels in each car ഓരോ കാറിലും എത്ര wheels ഉണ്ട് 4. So total wheel 4 plus 4 plus 4 plus 4 plus 4 plus 4 plus 4. എത്ര ടൈംസ് എഴുതിയിട്ടുണ്ട് ഇത് 7 ടൈംസ് ആണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിയേ 4 plus 4 8 8 plus 4 12 12 plus 4 16 16 plus 4 20 20 plus 4 24 24 plus 4 28. So എത്ര ടൈംസ് ആണ് 4 നെ എഴുതിയിരിക്കുന്നത് 7 times 4 is equal to 28. 7 groups of 4 is 28. എങ്ങനെ എഴുതാം 7 multiplication symbol 7 times 4 equal to 28. How many 4s are you adding? എത്ര 4s നെയാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് 1 2 3 4 5 6 7 7 cars ഉണ്ട് അതുകൊണ്ട് 7 4s നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് 7. We can write it as 7 4s are 28. Let's do. ഇവിടെ വേറെയും എക്സസൈസ് തന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം ഇവിടെ 3 ബട്ടർഫ്ലൈസ് ആണ് തന്നിരിക്കുന്നത് സോ നമ്പർ ഓഫ് ബട്ടർഫ്ലൈസ് ഈക്വൽ ടു 3 നമ്പർ ഓഫ് വിങ്സ് ഇൻ ഈച്ച് ബട്ടർഫ്ലൈ ഓരോ ബട്ടർഫ്ലൈക്കും എത്ര വിങ്സ് ഉണ്ട് ഈ സൈഡിൽ ഒരു വിങ് ഈ സൈഡിൽ ഒരു വിങ് അല്ലേ അപ്പോൾ ഓരോ ബട്ടർഫ്ലൈക്കും 2 വിങ്സ് വീതം ഉണ്ട് സോ ടോട്ടൽ നമ്പർ ഓഫ് വിങ്സ് ഈക്വൽ ടു 2 plus 2 plus 2 which is equal to 6 or 3 groups of 2 equal to 6 or 3 times 2 equal to 6. 3 2s are 6. 3 2 equal to 6. ഇങ്ങനെ പല രീതിയിലും എഴുതാൻ പറ്റും ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം എത്ര റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നോ അത്രയും നന്നായി നിങ്ങൾക്ക് ഓർമ്മ വരും നെക്സ്റ്റ് നമ്പർ ഓഫ് ഒക്ടോപസസ് ഇവിടെ 2 ഒക്ടോപസിനെ തന്നിട്ടുണ്ട് എത്ര ഒക്ടോപസ് ഉണ്ട് 2 നമ്പർ ഓഫ് ലെഗ്സ് ഇൻ ഈച്ച് ഒക്ടോപസ് ഒക്ട് എന്ന് പറഞ്ഞാൽ 8 ആണ് അതുകൊണ്ടാണ് ഇതിന്റെ പേര് ഒക്ടോപസ് എന്നായിരിക്കുന്നത് ഒന്ന് കൗണ്ട് ചെയ്യാം 1 2 3 4 5 6 7 8 8 ലെഗ്സ് ഉണ്ട് അപ്പോൾ ഓരോന്നിലും 8 ലെഗ്സ് വീതമുണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ലെഗ്സ് 8 plus 8 which is equal to 16. 2 groups of 8 is equal to 16. 2 times 8 is 16. 2 8s are 16. 2 times 8 equal to 16. ഇവിടെ സോൾജേഴ്സിന്റെ ഡിഫറെന്റ് ലൈൻസ് ഉണ്ട് എത്ര ലൈൻസ് ഉണ്ട് ടോട്ടൽ 1 2 3 4 ലൈൻസ് ഉണ്ട് അല്ലേ Total number of lines is 4. Number of soldier in each line. ഓരോ ലൈനിലും എത്ര സോൾജേഴ്സ് വീതമുണ്ട് 1 2 3 4 5 6 7 8 9 and 10. 10 soldiers ഉണ്ട്. Each line 10 soldiers. So total number of soldiers ആദ്യത്തെ ലൈനിൽ 10, രണ്ടാമത്തെ ലൈനിൽ 10, മൂന്നാമത്തെ ലൈനിൽ 10, നാലാമത്തെ ലൈനിൽ 10. 10 plus 10 20 30 40. Total 40. ഇതിനെ എങ്ങനെ എഴുതാം 4 times 10 is 40. 4 10s are 40. 4 times 10 equal to 40. Complete the table. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം ഇവിടെ 4 സർക്കിൾസ് ഉണ്ട് ഓരോ സർക്കിൾസിലും കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഉണ്ട് ഓരോന്നിലും എത്ര സ്റ്റാർസ് വീതമാണുള്ളത് 3 സ്റ്റാർസ് അല്ലേ അപ്പൊ അതിനെ എങ്ങനെ എഴുതാം 3 plus 3 plus 3 plus 3 4 സർക്കിൾസ് ആയതുകൊണ്ട് 4 ടൈംസ് എഴുതിയിരിക്കുകയാണ് സോ 4 times 3 4 times 3 equal to 12 ടോട്ടൽ എത്രയാണ് 1 2 3 4 5 6 7 8 9
10, 11, 12. 12 stars. ഇനി 3 കൈകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ കൈകളിലും എത്ര ഫിംഗേഴ്സ് വീതമുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഓരോ കൈയിലും 5 ഫിംഗേഴ്സ് ആണ് ഉണ്ടാവുക. 3 palms ആയതുകൊണ്ട് 5 plus 5 plus 5. ഇതിനെ എങ്ങനെ എഴുതാം? 3 times 5. അത്ര ടോട്ടൽ എത്ര ഫിംഗേഴ്സ് ആണുള്ളത്? 5 plus 5 10, 10 plus 5 15. 15 ഫിംഗേഴ്സ്. കൗണ്ട് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി ഇവിടെ കുറച്ച് ബഞ്ച് ഓഫ് ബനാനാസ് തന്നിട്ടുണ്ട്. ഓരോ ബഞ്ചിലും എത്ര ബനാന വീതമുണ്ട്? 1, 2, 3. അപ്പൊ 3 ബനാനാസ് ഇൻ 1 ബഞ്ച്. അങ്ങനെ ടോട്ടൽ എത്ര ബഞ്ച് ഉണ്ട്? 1, 2, 3, 4, 5, 6 അല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 3 plus 3 plus 3 plus 3 plus 3 plus 3. 6 times ആണ് എഴുതിയിരിക്കുന്നത്. 6 times 3. The answer is 18. കൗണ്ട് ചെയ്ത് നോക്കുക. 18 bananas. ഇവിടെ കുറെ ബോക്സസ് ഓഫ് ഓറഞ്ചസ് ഉണ്ട്. ഓരോ ബോക്സിലും എത്ര ഓറഞ്ച് ഉണ്ട്? 1, 2, 3, 4. 4 ഓറഞ്ചസ് വീതമാണ് ഓരോ ബോക്സിലും ഉള്ളത്. എത്ര ബോക്സ് ആണുള്ളത്? 1, 2, 3, 4. 4 ബോക്സസ് ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? 4 plus 4 plus 4 plus 4. അതായത് 4 times 4. 4 times 4 is 16 oranges. ഇവിടെ 2 rows ഓഫ് പെൻസിൽ ഉണ്ട്. ഓരോ റോയിലും എത്ര പെൻസിൽ വീതം ഉണ്ട്? 1, 2, 3, 4, 5. ഒരു റോയിൽ 5 പെൻസിൽ, അടുത്ത റോയിലും 5 പെൻസിൽ. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 5 plus 5 അല്ലെങ്കിൽ 2 times 5. 2 times 5 equal to 10 pencil. ഇനി ഇവിടെയോ? ഇവിടെ എത്ര റോ ഓഫ് ബോൾസ് ഉണ്ട്? 1, 2, 3. ഓരോ റോയിലും 1, 2, 3, 4, 5. 5 ബോൾസ് വീതമാണ് ഉള്ളത്. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 5 plus 5 plus 5. 3 times ആണ്. അപ്പോൾ 3 times 5. 3 times 5 equal to 15 balls. മാച്ച് ദ ഫോളോയിങ്. ഇവിടെ തന്നിരിക്കുന്നതിനെയൊക്കെ മാച്ച് ചെയ്യുക. ഓൾറെഡി ഒന്ന് ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്. 3 plus 3 plus 3 plus 3 plus 3. 5 ടൈംസ് എഴുതിയിട്ടുണ്ട്. അതിവിടെയാണ് 5 times 3 which is equal to 15. 9 plus 9 plus 9. അതായത് 3 ടൈംസ് ആണ് എഴുതിയിരിക്കുന്നത്. എവിടെയാണുള്ളത്? See, 3 times 9. ഇനി the answer is 27. 5നെ എത്ര ടൈംസ് എഴുതിയിരിക്കുകയാണ്? 1, 2, 3, 4, 5, 6, 7. 7 times 5. ഇവിടെ ഉണ്ടല്ലോ. 7 5s are 35. ഇനി 1, 2, 3, 4. 4 ടൈംസ് ആണ് 10നെ എഴുതിയിരിക്കുന്നത്. 4 groups of 10 is equal to 40. 1, 2, 3. 3 ടൈംസ് ആണ് 8നെ എഴുതിയിരിക്കുന്നത്. 3 times 8 which is equal to 24. 7 plus 7. 2 times 7. 2 sevens are 40. നിങ്ങൾ ഇതുവരെ ഇപ്പൊ തന്നെ നിങ്ങൾ ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്യണം. ഈ ചാനലും സിമ്പിളായിട്ട് എൻ്റെ കൂടെ പറഞ്ഞ് പഠിക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പഠിക്കാത്തവർ അതിൻ്റെ കൂടെ പറഞ്ഞു നോക്കി ടേബിൾസ് പഠിക്കുക. കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് 2. അപ്പോൾ ടേബിൾ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2നെ പല നമ്പേഴ്സിന്റെ ഓർഡറിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. നോക്കിയേ, 2 ones are 2. 2 times 1 is 2. 2 2s are 4. 1, 2, 3, 4. ഇതിനെ 2ന്റെ ഗ്രൂപ്പ് ആക്കി മാറ്റിയിരിക്കുകയാണ്. So 2 times 2 is 4. 2 3s are 6. 2 times 3 is 6. ഇതുപോലെ ബാക്കിയും ഫില്ല് ചെയ്യാം. നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. 2 4s are 8. 2 times 4 is 8. 2 5s are 10. 2 times 5 is 10. 2 6s are 12. 2 times 6 is 12. 2 7s are 14. 2 times 7 is equal to 14. 2 8s are 16. 2 times 8 equal to 16. 2 9s are 18.
2 times 9 equal to 18. 2 tens are 20. 2 times 10 equal to 20. ഇനി complete the table of 3. 3 ones. ഇവിടെ ഒന്നിന്റെ ഗ്രൂപ്പാണ്. So 3 ones are 3. 3 times 1 equal to 3. ഇനി ഇവിടെ 2 2 2 ന്റെ ഗ്രൂപ്പാണ്. അതും 3 times ആണുള്ളത്. So 3 2s are 6. 3 times 2 equal to 6. ഇനി 3 3 3 ന്റെ ഗ്രൂപ്പാണ്. 3 3s are 9. 3 into 3 അല്ലെങ്കിൽ 3 times 3 equal to 9. ഇനി ബാക്കി കംപ്ലീറ്റ് ചെയ്താലോ? 3 4s are 12. 3 times 4 is 12. 3 5s are 15. 3 times 5 is 15. 3 6s are 18. 3 times 6 equal to 18. 3 7s are 21. 3 times 7 is 21. 3 8s are 24. 3 times 8 is 24. 3 9s are 27. 3 times 9 is 27. 3 10s are 30. 3 times 10 is 30. Similarly, table of 5. ആദ്യം 5 times 1. 5 ones are 5. 5 times 1 is 5. 5 2s are 10. 5 times 2 is 10. 5 3s are 15. 5 times 3 is 15. അതുപോലെ ബാക്കിയും കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ എണ്ണി നോക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 5 4s are 20. 5 times 4 is 20. 5 5s are 25. 5 times 5 is 25. 5 6 are 30. 5 times 6 is 30. 5 7s are 35. 5 times 7 is 35. 5 8s are 40. 5 times 8 is 40. 5 9s are 45. 5 times 9 is 45. 5 10s are 50. 5 times 10 is 50. Complete the table of 10. ഇനി 5 ചെയ്ത പോലെ 10ന്റെ ടേബിളും ചെയ്യാം. ഇവിടെ ഓരോന്നും ഫസ്റ്റ് സിംഗിൾ ആയിട്ട് 10 ടൈംസ്, പിന്നെ 2 ആയിട്ട് 10 ടൈംസ്, പിന്നെ 3 ആയിട്ട് 10 ടൈംസ്, പിന്നെ 4 ആയിട്ട് 10 ടൈംസ് ആണ് ഈ സ്ട്രോബെറീസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? 10 ones are 10. 10 times 1 is 10. 10 2s are 20. 10 times 2 is 20. 10 3s are 30. 10 times 3 is 30. 10 4s are 40. 10 times 4 is 40. 10 5s are 50. 10 times 5 is 50. 10 6 are 60. 10 times 6 is 60. 10 7s are 70. 10 times 7 is 70. 10 8s are 80. 10 times 8 is 80. 10 9s are 90. 10 times 9 is 90. 10 10s are 100. 10 times 10 is 100. 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 10 20 30 40 50 60 70 80 90 and 100. എൻഡിൽ ഫുള്ള് സീറോസ് ആണ് വരുന്നത്. How many? There are 4 buckets. 4 groups of 3 flowers. ഇവിടെ 4 ബൊക്കേസ് ഉണ്ട്. ഓരോ ബൊക്കേസിലും 3 flowers വീതമുണ്ട്. ഇതിനെ എങ്ങനെ എഴുതാം? 4 groups of 3 flowers. അല്ലെങ്കിൽ എങ്ങനെയും കൂടി എഴുതാം? 4 times 3. Ram used 12 flowers in all. ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ അറിയാമെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? 1 2 3 4 5 6 7 8 9 10 11 12. ഇത്രയും കൗണ്ട് ചെയ്യണമായിരുന്നു. പക്ഷെ ഇത് കൗണ്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് ഗ്രൂപ്പുകളാക്കി ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. സോ റാം യൂസ് 12 flowers in all. അതുപോലെ ഇവിടെയോ? There are 3 buckets. 3 groups of 4 flowers. 3 times 4. Gopal used 12 flowers in all. ഇവിടെ നോക്കിയേ, 2 സ്ഥലത്തും ഒരേ ആൻസേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ 4 times 3 ആണ്. ഇവിടെയോ 3 times 4 ആണ്. ഇവിടെ ഓരോന്നിലും 4 flowers ആണ് ഉള്ളത്. എന്നിട്ട് 3 times. ഇവിടെയോ 4 times ഉണ്ട്. ഓരോന്നിലും 3 flowers വീതമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? 4 into 3 equal to 3 into 4. അല്ലെങ്കിൽ 4 times 3ഉം 3 times 4ഉം ഈക്വൽ ആണ്. ടെസ്റ്റ് യുവർ ഒബ്സർവേഷൻ വിത്ത് അതർ എക്സാമ്പിൾ. ഇത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്താലോ? നമുക്കിവിടെ 4 ഗ്രൂപ്പ്സ് ഓഫ് 5 ഉണ്ട്. 4 ഗ്രൂപ്പ്, ഓരോന്നിലും 5. അതായത്
4 times 5 is equal to 20. 4 times 5 equal to 20. There are 20 gulab jamuns. ഇനി ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? 4 groups of 5 ഇവിടെയാണെങ്കിൽ ഇവിടെ 5 groups of 4 ആണ്. 5 groups of 4. 5 times 4 is also 20. 5 fours are 20. There are 20 gulab jamuns. അപ്പോൾ 4 times 5 5 times 4 ഈക്വൽ ആണ്. ഏത് രണ്ട് നമ്പറിനെയും നമുക്ക് തിരിച്ചും മറിച്ചും മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ ആൻസർ സെയിം ആയിരിക്കും. ഇനി ഇവിടെയും അത് ശരിയാണോ നോക്കിയാലോ. നമുക്കിവിടെ 1 2 3 4 5 6 ഗ്രൂപ്പ്സ് ഓഫ് 4 ഉണ്ട്. അതായത് 6 times 4. 6 times 4 equal to 24. 6 fours are 24. There are 24 flowers. എന്നാൽ ഇവിടെയോ, ഇവിടെ 4 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഓരോ ഗ്രൂപ്പിലും 6 flowers ഉണ്ട്. അപ്പോൾ 4 groups of 6. 4 times 6 is equal to 24. 4 6s 24. There are 24 flowers. അപ്പോൾ രണ്ട് കേസിലും ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെയും 6 times 4 equal to 4 times 6. There are 8 packets of bindis. Each packet has 5 bindis. ഇതിനെ എങ്ങനെ എഴുതാം? Total number of packets 8. Number of bindis in each packet 5. So dash groups of 8 groups of 5 bindis. 8 into അല്ലെങ്കിൽ 8 times 5. ഇത് കൗണ്ട് ചെയ്ത് നോക്കൂ എത്രയാ കിട്ടുന്നത്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചാൽ ഇത് വളരെ ഈസിയാണ്. 8 5s are 40. 40 bindis. Bharati puts 4 buttons on each shirt. She wants to put buttons on 7 shirts. Number of shirts. ഇവിടെ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ഷർട്ട്സ് ഉണ്ട്? 7 shirts. 7. Number of buttons on each shirt equal to 4. So that means 7 groups of 4 buttons. 7 times 4 equal to, കൗണ്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിച്ചാൽ കുറച്ചുകൂടി ഈസിയാണ്. 28. 28 buttons. Rita bought 6 pencils of 4 rupees each. 4 പെൻസിൽ വാങ്ങിച്ചിട്ടുണ്ട്. ഒരു പെൻസിലിന് 4 rupees ആണ്. How much money will she give to shopkeeper? അപ്പോൾ 6 പെൻസിൽ വാങ്ങിക്കാൻ ടോട്ടൽ എത്ര പൈസ കൊടുത്തിട്ടുണ്ടാവും? Number of pencil equal to 6. Cost of 1 pencil is 4. So cost of 6 pencil 4 plus 4 plus 4 plus 4 plus 4 plus 4. That means 6 times 4 equal to 24. So Rita will give 24 to the shopkeeper. 5 people can sit in a car. How many people can sit in 8 such cars? Number of people sitting in 1 car equal to 5. Number of people sitting in 8 car equal to, എങ്ങനെയാ ചെയ്യുക? 8 times 5 equal to 40. So 40 people can sit in 8 cars. So number of people sitting in 8 car equal to 40. Making multiplication table. So Rudra is making multiplication table of 4 using the table of 2. Table of 2 ഉപയോഗിച്ച് multiplication table of 4 ഉണ്ടാക്കുകയാണ്. അതെങ്ങനെയാണ്? See, 2, 4, 6, 8, 10, 12, 14, 16, 18 and 20 ആണ് table of 2. നമുക്കറിയാം 2 plus 2 ആണ് 4. അപ്പോൾ 4ന്റെ ടേബിൾ ഉണ്ടാക്കാൻ 2ന്റെ ടേബിളിന് 2 ടൈംസ് ആഡ് ചെയ്യാണ്. സെയിം ടേബിൾ ഒരു പ്രാവശ്യം കൂടി എഴുതി എന്നിട്ട് ആഡ് ചെയ്യാണ്. 2 plus 2 is 4. 4 plus 4 is 8. 6 plus 6 is 12. അങ്ങനെ. അപ്പോൾ ഇത് 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആയി മാറി. 4 ones are 4, 4 twos are 8, 4 threes are 12, 4 fours are 16, 4 fives are 20, 4 six are 24, 4 sevens are 28, 4 eights are 32, 4 nines are 36 and 4 tens are 40. ഇത് ടേബിൾ ഓഫ് 4 ആണ്. This is interesting.
Let us now make the table of 6 from table of 3. എന്തുകൊണ്ടാണ്? 3 plus 3 equal to 6 ആണ്. അപ്പം നമുക്ക് ആദ്യം 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാം, പിന്നെ ഒന്നുകൂടി 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടും. എങ്ങനെയാണ് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ? 3, 6, 9, 12, 15, 18, 21, 24, 27, 30. അതുപോലെ 6, 12, 15, 21, 27 and 30. ഇനി ഇതിനെ ആഡ് ചെയ്ത് നോക്കിയാലോ? 3 plus 3 is 6. 6 plus 6 is 12. 9 plus 9 is 18. 12 plus 12 is 24. 15 plus 15 is 30. 18 plus 18 is 36. 21 plus 21 is 42. 24 plus 24 is 48. 27 plus 27 equal to 54. 30 plus 30 is 60. ഇത് നിങ്ങൾ ആഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി അറിയാത്തത്. 21 plus 21 by 1 plus 1 is 2. 2 plus 2 is 4. കണ്ടോ? അപ്പോൾ ഇവിടെ 42 കിട്ടി. ഇനി 24 plus 24ഓ? 24 എഴുതുക, അടിയിൽ 24 എഴുതുക. 4 plus 4 is 8. 2 plus 2 is 4. So answer is 48. Let's make the table of 7 from table of 3 and 4. 3 plus 4 equal to 7 ആണ് അല്ലേ? അതുകൊണ്ടാണ് 3യുടെ ടേബിൾ എഴുതുക, 4യുടെ ടേബിൾ എഴുതുക. അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7ന്റെ ടേബിൾ കിട്ടും. ആദ്യം 3ന്റെ ടേബിൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. 3, 6, 9, 12, 15, 18, 21, 24, 27 and 30. ഇനി അതുപോലെ തന്നെ 4ന്റെ ടേബിൾ 4, 8, 12, 16, 20, 24, 28, 32, 36 and 40. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 7ന്റെ ടേബിൾ ആണ്. അപ്പം നിങ്ങൾക്ക് എവിടെയെങ്കിലും പോയിട്ട് പെട്ടെന്ന് ഒരു ടേബിൾ മറന്നുപോയി എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 7ന്റെ ടേബിൾ അറിയില്ല, 3ന്റെയും 4ന്റെയും ടേബിൾ അറിയാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് നമ്പറിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ആഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് 7ന്റെ ടേബിൾ കിട്ടും. Make the table of 8 from the table of 2 and 6. 2 plus 6 equal to 8 ആണ്. So 8ന്റെ ടേബിൾ 2ന്റെ ടേബിളും 6ന്റെ ടേബിളും ഉപയോഗിച്ചാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എഴുതി നോക്കാൻ ശ്രമിക്കുക. ഇനി പഠിച്ചിട്ടില്ലെങ്കിൽ നോക്കി എഴുതിയതിന് ശേഷം ആഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. 2ന്റെ ടേബിൾ എന്താണ്? 2, 4, 6, 8, 10, 12, 14, 16, 18 and 20. ഇനി 6ന്റെ ടേബിളോ? 6, 12, 18, 24, 30, 36, 42, 48, 54 and 60. ഇതിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക? 8, 16, 24, 32, 40, 48, 56, 64, 72 and 80. ഇതും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒന്ന് രണ്ടെണ്ണം ആഡ് ചെയ്ത് നോക്കാം. 14 plus 42 ഇങ്ങനെ എഴുതാം. 4 plus 2 is 6. 4 plus 1 is 5. 56. ഇവിടെ 56 കിട്ടി. ഇനി ഇവിടെയോ 18 plus 54 ആണെങ്കിലോ 18 plus 54. 8 plus 4 is 12. 2, 1 ഇവിടെ എഴുതുക. 1 plus 1, 2, 2 plus 5, 7. 72. ഇങ്ങനെ എഴുതിയതിന് ശേഷം സ്വന്തമായിട്ട് തന്നെ ആഡ് ചെയ്ത് എഴുതി നോക്കുക. Project work. Collect 24 objects like button, bottle caps, pebbles, etc. Arrange them in different arrays and write the related multiplication facts. How many of these facts can you find?
റെക്കോർഡ് യുവർ ആൻസർ ഇൻ ദ ടേബിൾ ബിലോ. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഇതൊരു പ്രൊജക്ട് വർക്കാണ്. നിങ്ങൾ ഇതുപോലെ ചെറിയ ചെറിയ സാധനങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം അതിനെ ഗ്രൂപ്പ് ആക്കിയിട്ട് എഴുതി നോക്കുക. ഇവിടെ 24 സ്മോൾ ഒബ്ജക്ട്സ്, ബട്ടൺസോ ബോട്ടിൽ ക്യാപ്സോ ഒക്കെ കളക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ. ഇനി അതിനെ പല പല ഗ്രൂപ്പ്സുകളായിട്ട് ആഡ് ചെയ്ത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 3 ഗ്രൂപ്പ്സ് ഓഫ് 4. 3 times 4 is 12. അതിൽ 12 എണ്ണം എടുത്തിട്ട് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കുക. അതുപോലെ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെയുള്ള പല പല ഗ്രൂപ്പ്സുകളാക്കി നോക്കാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 4 times 3 ചെയ്ത് നോക്കാം. പിന്നെയോ 2 times 8 ചെയ്ത് നോക്കാം. 4 times 5 ചെയ്ത് നോക്കാം. അങ്ങനെ പല പല ഗ്രൂപ്പ്സ് ആയിട്ട് ഇത് ചെയ്യാം. സ്മോൾ അറേഞ്ച്മെന്റ് ചെയ്യാം. എന്നിട്ട് ടോട്ടൽ എത്രയാ കിട്ടുന്നത് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒബ്സർവേഷൻ നിങ്ങളുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് സ്വന്തമായിട്ട് ചെയ്യേണ്ട പ്രൊജക്റ്റ് ആണ്. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി ഭാഗം പാർട്ട് 2 ആയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.